ഷോക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. അസ്വാരസ്യം അടങ്ങാതെ UDF. കയ്പമംഗലത്ത് RSP സ്ഥാനാർത്ഥി പിന്മാറി. പകരം സീറ്റ് തന്നാൽ വിട്ടുനൽകാമെന്ന് RSP. ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിന് പകരം ഷാനിമോൾ ഉസ്മാൻ പരിഗണനയിൽ. തിരുവല്ലയിൽ പുതുശ്ശേരിയെ മാറ്റണമെന്ന PJ കുര്യന്റെ ആവശ്യം മാണി തള്ളി. അങ്കമാലിയിൽ JDS-ലെ തർക്കം തീരുന്നില്ല. മദ്യനയത്തിലൂന്നി മുഖ്യമന്ത്രിയുടെ പ്രചരണം. മദ്യനിരോധനത്തെ എതിർക്കുന്ന LDF-ന് കേരളത്തിലെ വീട്ടമ്മമാർ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് ഉമ്മൻചാണ്ടി. അതിനെതിരായി നീങ്ങുന്നവർക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശക്തമായ മറുപടി നൽകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. ഭരണ തുടർച്ചയുടെ ഫലം ജീർണതയാകുമെന്ന് DGP ജേക്കബ് തോമസ്. നടക്കുന്നത് കരാറുകാർക്ക് ഗുണമുണ്ടാകുന്ന വികസനം. ബാർക്കോഴ കേസിൽ SP R സുകേശൻ ഗൂഢാലോചന നടത്തിയതിന് എന്ത് തെളിവെന്ന് ഹൈക്കോടതി. ഗൂഢാലോചന നടത്തിയെങ്കിൽ സർവീസിൽ തുടരുന്നത് എങ്ങനെ? ഭൂമിദാന കേസിൽ അടൂർ പ്രകാശിനെതിരായ ദ്രുതപരിശോധന 15 ദിവസത്തിനകം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സോളാർ കേസിലെ പുറത്തുവന്ന സരിതയുടെ കത്ത് വ്യാജമെന്ന് ഫെനി. വരൾച്ചാ ദുരിതം നേരിടുന്നതിൽ കേന്ദ്രത്തിന് ഗൗരവമില്ലെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരുകളും ഒന്നും ചെയ്യുന്നില്ല. കോടതികൾ ഉപയോഗശൂന്യമാണെന്ന് കരുതരുത്. ഒന്നാം IPL മുംബൈയിൽ നടത്താൻ കോടതിയുടെ അനുമതി. കോട്ടയം കറുകച്ചാലിൽ ഇടഞ്ഞ ആന 2 പാപ്പാന്മാരെ കുത്തിക്കൊന്നു. പ്രദേശത്ത് 2 മണിക്കൂറോളം പരിഭ്രാന്തി. KM നൂറുദ്ദീന്റെ പിന്മാറ്റത്തോടെ കയ്പമംഗലം സീറ്റിന്റെ കാര്യത്തിൽ UDF-ൽ അനിശ്ചിതത്വം. മറ്റൊരു സീറ്റ് നൽകിയാൽ കയ്പമംഗലം വിട്ടുനൽകാൻ തയ്യാറാണെന്ന് RSP UDF നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം KSU ജില്ലാ പ്രസിഡന്റ് ശോഭൻ സുബിനെ ഇവിടെ മത്സരിപ്പിക്കാൻ I ഗ്രൂപ്പ് കരുനീക്കം ശക്തമാക്കി. കയ്പമംഗലത്ത് മത്സരിക്കാൻ TN പ്രതാപൻ നടത്തിയ കരുനീക്കങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് സീറ്റ് RSPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ജില്ലയിൽ തീർത്തും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള RSP പൊതുസമ്മതനായ KM നൂറുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ച നൂറുദ്ദീൻ രംഗത്തെത്തി. RSP നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ നൂറുദ്ദീൻ തയ്യാറായില്ല. ശ്രീ പ്രേമചന്ദ്രൻ അത് തിരിച്ചു വിളിച്ച് അത് മെസ്സേജ് കിട്ടിയെന്ന് അറിയിക്കുകയും അത് ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വികാരപരമായിട്ടുള്ള തീരുമാനമല്ല, ആരുടെയോടുള്ള ഒരു പ്രത്യേക പ്രതിഷേധത്തിൻ്റെ പേരിലല്ല, വിലപേശലല്ല. അപ്പോൾ അത് ഒരു വേണ്ട പോലെ ഇന്നലെ രാത്രി മുഴുവനും അതിനെപ്പറ്റി ഞാൻ തന്നെ ആലോചിക്കുകയും എന്നിട്ട് എടുത്ത ഒരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്, അത് പിന്മാറില്ല എന്ന് പറയുകയും ചെയ്യും. ഇതോടെ സീറ്റ് തിരികെ ലഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സീറ്റ് നൽകിയാൽ കയ്പമംഗലം വിടാൻ RSP തയ്യാറാണ്. UDF തലത്തിൽ അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിരിച്ചെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ അങ്ങോട്ട് നിർബന്ധിതമായി താല്പര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട് എടുത്ത സീറ്റല്ല. ഞങ്ങൾ ഇപ്പോൾ സീറ്റ് അലോക്കേറ്റഡ് RSPക്കാണ്. ഇനി ആ സീറ്റ് വിടണമെങ്കിൽ RSP തീരുമാനിക്കണം. KSU ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശോഭാ സുബിന്റെ പേരായിരുന്നു ആദ്യം ഇവിടേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ ദില്ലിയിൽ TN പ്രതാപൻ കയ്പമംഗലം സീറ്റിനായി സമാന്തര ശ്രമങ്ങൾ നടത്തിയതാണ് ശോഭാ സുബിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വിലങ്ങുതടിയായത്. എന്നാൽ പുതിയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ I ഗ്രൂപ്പ് ശോഭാ സുബിന് വേണ്ടി ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. ചർച്ചയിൽ ശ്രീ KM നൂറുദ്ദീൻ, RSP പ്രതിനിധീകരിച്ച് ശ്രീ സലിം P. ചാക്കോ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ R. അജിത് കുമാർ, ഒപ്പം JDS-ന്റെ പ്രതിനിധിയായി ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സലിം, RSP വലിയ ബലം പിടിച്ച് UDF-ൽ അധിക സീറ്റുകൾ വാങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ കിട്ടിയ സീറ്റിൽ മത്സരിക്കാൻ ആളെ കിട്ടാതെ സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഗതികേട് എങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഒരു ഗതികേട് RSPക്കില്ല. ആ സീറ്റ്, കയ്പമംഗലം സീറ്റ് UDF നേതൃത്വം ഞങ്ങൾക്ക് അലോട്ട് ചെയ്തതാണ്. ശ്രീ പ്രേമേന്ദ്ര സൂചിപ്പിച്ച പോലെ ആ സീറ്റ് ഞങ്ങൾ ചോദിച്ചതല്ല, ഞങ്ങൾ അരൂർ സീറ്റാണ് ചോദിച്ചിരുന്നത്. അതിന് പകരമായി അവർ നൽകിയ സീറ്റാണ്. അവിടെ കോൺഗ്രസിലെ ഐക്യമില്ലായ്മയോ ഐക്യമുള്ളതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ആ സീറ്റ് RSPക്കുള്ള. അപ്പൊ ഞങ്ങള് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മറ്റ് സാമൂഹിക രംഗത്തുള്ളവരെയും മാധ്യമ രംഗത്തുള്ളവരെയും ഒക്കെ കൊണ്ടുവരുന്നത് ഇപ്പം പതിവാണ്. അപ്പം സ്വാഭാവികമായും ഞങ്ങൾക്ക് അല്പസ്വാധീന കുറവുള്ള ഒരു പ്രദേശം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചപ്പോൾ തന്നെ വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇന്നലെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി തത്വത്തിൽ തീരുമാനിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നത്. UDF-ലെ ചില ഘടകകക്ഷികൾക്ക് RSP, JDU, കേരള കോൺഗ്രസ്, മാണി തുടങ്ങിയ കക്ഷികൾക്ക് സീറ്റുകൾ അധികം ചോദിക്കുമ്പോൾ കൊടുക്കുന്ന സീറ്റ് ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളായ ഒരു തരത്തിലും UDF ജയിക്കാൻ സാധ്യതയില്ലാത്ത ചില സീറ്റുകളാണ്.
ആ സീറ്റുകൾ കിട്ടിയാൽ പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പാടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ വെച്ച് ആകപ്പൊല്ലാപ്പായി. അതേമാതിരിയാണ് കയ്പമംഗലത്ത് RSPയുടെ ഒരു പെടാപ്പാട്. എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്? തളിപ്പറമ്പ് മാത്രമല്ല, പേരാമ്പ്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാണ്. പണ്ടേതോ ഒരു കാലത്ത് ഡോക്ടർ KC ജോസഫ് 1977 പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചു പോയി. അതാണ് അവിടെ പറ്റിയൊരു അപകടം. അന്ന് മുതൽക്ക് കേരള കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു സീറ്റാണ് പേരാമ്പ്ര. അന്ന് മുതൽ ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളല്ലാതെ ആരോട് ജയിച്ചിട്ടില്ല, ഇനി ജയിക്കുകയില്ല. ഇത്തവണ രാമേശ്വരനാണ് മത്സരിക്കുന്നത്. അവിടെ പോയി മത്സരിക്കുന്ന ആളുടെ സ്ഥിതി ഒന്ന് ആലോചിക്കുക. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ, യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കഴിഞ്ഞവിടെ അവിടെ പോയി തോറ്റതാണ്. ഇത്തവണ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് കൊടുക്കുന്ന സീറ്റ് അതിനേക്കാൾ രസകരമാണ്. കോങ്ങാട്. ഈ എറണാകുളം ജില്ലയിലെ പിറവ മുനിസിപ്പാലിറ്റിയിലും തിരുമാറാടി, പാമ്പാക്കുട എന്ന് പറഞ്ഞ 2 പഞ്ചായത്തിലും മാത്രമുള്ള ഒരു പാർട്ടിയാണ് ജേക്കബ് ഗ്രൂപ്പ്. അവർ കോങ്ങാട്ട് പോയൊരു സ്ഥാനാർത്ഥി ഉണ്ടാക്കി മത്സരിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ വലിയ ക്രൂരതയാണ്. VM സുധീരനാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത്, മഹാപാപം കിട്ടും. ഇപ്പോൾ RSPക്ക് കയ്പമംഗലം കൊടുക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി. കയ്പമംഗലത്ത് എവിടെ RSP ഉള്ളത്? നീണ്ടകര മുതൽ നീണ്ടകര വരെ നീണ്ടെടുക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൽ മാത്രമേ RSP ഉള്ളൂ നമ്മൾ തമാശയായിട്ട് പറയും. അവരെ കയ്പമംഗലത്തോട് നിർത്താൻ വെച്ചാൽ മഹാപാപം. ഇതൊക്കെ ശാപം കിട്ടുന്ന കേസാണ്. അതുപോലെ മറ്റ് ഘടകകക്ഷികളുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിനാണ് അമ്പലപ്പുഴ കൊടുത്തിട്ടുള്ളത്. അവർ അമ്പലപ്പുഴ ചെല്ലുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് റിബലുകളുടെ ബഹളായി. അമ്പലപ്പുഴയിലെ എല്ലാ കോൺഗ്രസ്സുകാരും അസംതൃപ്തരും നിരാശരും. വളരെ അവിടെ മത്സരിക്കാൻ ഉള്ള നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കോൺഗ്രസ്സിന്. പക്ഷേ ഈ രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ, ഇത് സത്യത്തിൽ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ CPM ഘടകകക്ഷികൾക്ക് ഇപ്പോൾ ജനതാദൾ എസിന് അല്ലെങ്കിൽ NCPക്കൊക്കെ മലപ്പുറം ജില്ലയിൽ സീറ്റ് കൊടുക്കും. എന്ത് ചെയ്യും അവർ? മലപ്പുറം ജില്ലയിൽ സീറ്റ് കൊടുത്ത് ഇതൊക്കെ ഒരു പാർട്ടിയും ചെയ്യുന്നത് ശരിയല്ലാതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. പക്ഷേ KM നൂറുദ്ദീൻ, താങ്കൾ ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ രംഗത്ത് വരുന്നു എന്നാണ് ആദ്യം കേട്ടത്. പക്ഷേ RSPയുടെ അക്കൗണ്ടിലുള്ള സീറ്റാണ്. RSPയുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള പാടുകൊണ്ടാണോ താങ്കൾ RSPക്കാരനല്ലാത്തത് കൊണ്ടും RSP രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളായതുകൊണ്ടും RSP ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളത് താങ്കൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ താങ്കൾ മാറിയത്? അത് മുഴുവൻ ശരിയല്ല. അങ്ങനെ അല്ല ഉണ്ടായിട്ടുള്ള കാര്യം. ഇപ്പോൾ 4-ാം തീയതി രാവിലെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം കുറേ അധികം സംസാരിക്കുകയും RSP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സ്വതന്ത്രനായി മത്സരിക്കാനാണ് താല്പര്യം, സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയാണ് താല്പര്യം എന്നെല്ലാം പറഞ്ഞപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നതിൽ തെറ്റില്ല, RSP പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അതിന് പ്രൊസീജിയേഴ്സ് തടസ്സം വരെയുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ RSP ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. കാരണം അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായിട്ട് സാന്ത്വന ചികിത്സാ രംഗത്തും അതേപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ഞാൻ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ വരുന്നതിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിനായിട്ടുള്ള പ്രവർത്തകർക്ക് അവരതെങ്ങനെയാണ് അത് പ്രതികരിക്കുക എന്ന് അറിയേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ പ്രക്രിയ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. കേരളത്തിലെ കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെ 16 ലിങ്ക് സെൻ്ററുകളും 4 ഹോസ്പീസുകളും എല്ലാം നടത്തുന്ന ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരുടെ അറിയാൻ വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകരും പ്രധാനപ്പെട്ട പ്രവർത്തകരുമായ എല്ലാം പ്രവർത്തകരെന്ന് പറഞ്ഞാൽ വളണ്ടിയേഴ്സാണ്. അവരെല്ലാം ബന്ധപ്പെടുകയും അവരുടെ ഫീഡ്ബാക്ക് കിട്ടുകയും ഇന്നലെ രാത്രി അതിൻ്റെ ഒരു വിശകലനം ഞങ്ങൾ നടത്തുകയും ഭൂരിപക്ഷം പേരും അങ്ങനെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നതിന് എതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് ആ വിവരം ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ RSPയുടെ സമുന്നത നേതാവ് ശ്രീ NK പ്രേമചന്ദ്രനെ SMS വഴിക്ക് അറിയിക്കുകയും അദ്ദേഹം പിന്നീട് ഫോൺ ചെയ്ത് തിരിച്ചു വിളിച്ചപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുകയുമാണ് ഉണ്ടായത്. എനിക്കെതിരെ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ റാലി നടത്തി എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ പിന്മാറുന്നത് വരെയും അവിടെ യാതൊരു പ്രതിഷേധവും അവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം RSPയുടെ സംസ്ഥാന കമ്മിറ്റി എൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു എന്നുള്ള വിവരം എന്നെ അറിയിച്ചതിന് ശേഷം ആദ്യം ഞാൻ ചെയ്തത് അവിടെയുള്ള ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും അതുപോലെ മതിലകം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും ബന്ധപ്പെടുകയും അവിടെ വളരെ വളരെ ആവേശകരമായ ഒരു സ്വീകരണവും പ്രതികരണവുമാണ്
കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഞാനിവിടെ കണ്ട് എന്ന് ഇതിൽ ശ്രീ കെ എം നൂറുദ്ദീൻ എന്തുകൊണ്ടാണ് RSP താങ്കളെ അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടത് എന്നുള്ളതിന്റെ കാരണം വളരെ ലളിതമാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഈ സാന്ത്വന പരിചരണ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് താങ്കൾക്കൊരു പൊതുസമ്മതിയുണ്ട്. രാഷ്ട്രീയമായി RSPക്കോ UDFനോ ജയിക്കാൻ പ്രയാസമുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ കടന്നു. ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന സാങ്കേതികത്വത്തിനപ്പുറത്ത് താങ്കൾക്ക് മനസ്സിലാകുന്ന കാരണങ്ങളാണല്ലോ അത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു പോരാട്ടം അവിടെ നടത്തിക്കളയാം എന്ന് കരുതാത്തത്? ഇലക്ഷൻ താങ്കൾക്ക് അന്യമായ ഒന്നല്ലല്ലോ. താങ്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചല്ലോ. കഴിഞ്ഞ 3.5 മാസമായിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അവിടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ, രോഗനിർണയത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ഓരോ പഞ്ചായത്തിനും കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടി അവിടെ ഇല്ലാത്ത എക്യുപ്മെന്റ്സ് വാങ്ങിവെക്കുകയും പോരാത്ത സ്റ്റാഫിനെ എംപ്ലോയ് ചെയ്യുകയും അവിടെ ജനറിക് മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ട് മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ സമിതികൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം പഞ്ചായത്ത് ഭരണസമിതികളിൽ നിന്ന് വളരെ നിരാശകരമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ജയിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ UDF വന്ന് സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഒരു MLA ആയി വരികയാണെങ്കിൽ, ഇൻ കേസ് ജയിച്ച് MLA ആയി വരികയാണെങ്കിൽ ഇതിനെല്ലാം സഹായകമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതേപോലെ തന്നെ തീർച്ചയായും അത് മനസ്സിലാകുന്ന കാരണമാണ്. തുടരുക ശ്രീ ആർ അജിത് കുമാർ, ഇവിടെ LDFന്റെ കോട്ടകളിൽ UDFന്റെ ഘടകകക്ഷികൾക്ക് കിട്ടിയ സീറ്റ് അവർ എന്ത് ചെയ്യും എന്ന് താങ്കൾ കരുതുന്നു? ഇവിടെ RSPയെ സംബന്ധിച്ച് ആ പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുന്ന ഒരാൾ കയ്പമംഗലം മണ്ഡലത്തിൽ ഇല്ല. കേരള കോൺഗ്രസിന്റെ തളിപ്പറമ്പിലെ അവസ്ഥയും ഇത് തന്നെ. ഒന്നുകിൽ RSPക്ക് കൊല്ലത്ത് നിന്ന് ഒരാളെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കാം, കേരള കോൺഗ്രസിന് കോട്ടയത്ത് നിന്നോ ചങ്ങനാശ്ശേരിയിൽ നിന്നോ ഒരാളെ കൊണ്ടുപോയി തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാം. പക്ഷേ ആ പോരാട്ടം വലിയ ഫലമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് ആ പാർട്ടികൾക്ക് വിലയിരുത്തുകയും ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ് ഈ സീറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണോ ഈ വിഷയത്തിൽ കുറെ കൂടി ഒരു പരിഹാരത്തിന് ഉതകുന്ന തീരുമാനം? ഒന്നുകിൽ കോൺഗ്രസ് സീറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ ഈ പാർട്ടികളുടെ പ്രതിനിധികളായി മത്സരിപ്പിക്കുകയോ ചെയ്യുകയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇത് കൺസലേഷൻ പ്രൈസാണ്. ഇവിടെ ഇടതുപക്ഷത്തിനാണ് ഉറച്ച സീറ്റുകൾ മലബാർ ഭാഗത്തുള്ളത്. ആ ഉറച്ച സീറ്റിലേക്ക്, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ളത്, ആ ഉറച്ച സീറ്റിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ കൊടുത്ത് മുന്നണിയിലുള്ള ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്ന കൺസലേഷൻ പ്രൈസ് എന്ന് നൽകുന്ന തരത്തിൽ എന്തിനാണ് UDF ഇങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ LDF ചെയ്ത തന്ത്രപരമായൊരു നീക്കം, അവർ ജയിക്കാൻ സാധ്യത കോട്ടയത്തും ഇടുക്കിയിലൊന്നും LDF പല സീറ്റിലും സാധ്യതയില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ പിളർത്തി കേരള കോൺഗ്രസിനെ ഉണ്ടാക്കി അവർ അത് ചെയ്തു. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് അവർക്ക് ജയസാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ അവർ സമ്പന്നരായ മുസ്ലിം ലീഗിൻ്റെമായി ബന്ധമുള്ള ആൾക്കാരെ പിടിച്ചവിടെ സ്ഥാനാർത്ഥികളാക്കുന്നു. ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് UDF ഈ ചെറിയ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന്, കഴിഞ്ഞ പ്രാവശ്യം എന്താ, ഈ കോട്ടയത്തും ചങ്ങനാശ്ശേരിയുള്ള ക്രിസ്ത്യാനികളെ മൊത്തം കൊണ്ടുവന്ന് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളായി കണ്ണൂരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ കൊണ്ട് നിർത്തിയാൽ എവിടെ രക്ഷപ്പെടാനാ? തലശ്ശേരിയിലും EP ജയരാജനെതിരെയും കോടിയേരി ബാലകൃഷ്ണനെതിരെയും ഒക്കെ കോട്ടയത്തെ ക്രിസ്ത്യാനികളോട് പോയി എവിടെ രക്ഷപ്പെടാനാ? അതുകൊണ്ട് ആ തരത്തിൽ ഒരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. സത്യത്തിൽ ചെയ്യേണ്ടത് എന്താ, അവരുടെ പ്രതിനിധികളായി മുസ്ലിം ലീഗ് രാമനെ എടുക്കുന്നില്ലേ? രാമൻ മുസ്ലിം അല്ലല്ലോ. എന്നതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൈപ്പത്തി ചിഹ്നം വിട്ടിട്ട് നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ പക്ഷേ ഞങ്ങളുടെ ക്ലെയിമാണ് എന്ന് പറയത്തക്ക അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ പോരെ? അതിന് പകരം ഈ വിഡ്ഢിത്തം കാണിക്കുന്നതിനാണ്. അവിടെയൊക്കെ കോൺഗ്രസിന് വിട്ടുകൊടുക്കണം. ഇവർക്ക് ബലമില്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കണം. അല്ലേ കോൺഗ്രസ് ജയസാധ്യതയുള്ള, നേരത്തെ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലം കൊടുക്ക്, RSPക്ക് കൊല്ലത്തല്ലേ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തല്ലേ കൊടുക്കേണ്ടത്?
അല്ലാതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് കാര്യം? അതെ, ഇത് അതാണ് ജനങ്ങളെ താങ്കൾ വിഡ്ഢികളാക്കാനും ഈ ശ്രീ പാർട്ടികളെ ജോർജ് തോമസ് നശിപ്പിക്കാനുമുള്ള LDF-ലും അത് LDF തർക്കങ്ങൾക്ക് യും പഞ്ഞമൊന്നുമില്ല. ഇവിടെ അങ്കമാലി നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണല്ലോ അങ്കമാലി. അവിടെ പ്രയാസപ്പെട്ടാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. പക്ഷേ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വലിയ വിഭാഗം പറയുകയാണ്. ജോസ് തെറ്റയിലിനെ എന്തുകൊണ്ട് മാറ്റിയെന്ന് ആദ്യം ഞങ്ങളോട് പറയട്ടെ, അതിനുശേഷം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നാണ്. ആ നിലയ്ക്ക് റോജി എം ജോൺ എന്ന ചെറുപ്പക്കാരൻ അവിടെ വാക്ക് ഓവർ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? ഈ പറയുന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ടിയൊന്നും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചതല്ല. അങ്കമാലിയിൽ മുനിസിപ്പൽ ചെയർമാനായിട്ടിരുന്ന പാർട്ടിയുടെ നിയോജക പ്രസിഡന്റിനെയാണ് ജനതാദൾ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല, കേഡർ പ്രസ്ഥാനങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുമ്പോൾ പ്രതിഷേധങ്ങളുണ്ടാവാറുണ്ട്. പലയിടത്തും പോസ്റ്ററും ചുവരെടുത്തും അത് കേരളത്തിന് പുറത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ പാർട്ടിയിലെ കുറച്ച് ആളുകൾ യോഗം ചേർന്ന് അതിൽ പ്രതിഷേധിക്കുന്നതോ അതിൻ്റെ ന്യായാന്യായങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നതോ ഒന്നും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിലെ വലിയ അപകടങ്ങളൊന്നുമല്ല. ഇത് ഈ കഴിഞ്ഞ 2 തവണ ജയിച്ച ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരാളെ വെക്കുമ്പോൾ കുറേ ആളുകൾ സ്വാഭാവികമായും ഈ പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ജനതാദളിനകത്ത് അവിടെ ഒരു പ്രതിസന്ധിയുമില്ല. അത് തന്നെയല്ല, ഇന്ന് കൂടിയ എന്ന് പറയുന്ന യോഗം പോലും ഈ കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തി തരണം, നമ്മളെ ബോധ്യപ്പെടുത്തി തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരാരെങ്കിലും മുന്നണിക്കെതിരെ പ്രവർത്തിക്കുമെന്നോ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുമെന്നോ ആ രീതിയിലൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഇത് ഇപ്പോൾ നമ്മളൊരു സ്ഥാനാർത്ഥിയെ മാറ്റുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് അതിനകത്ത് വിഷമം വരും. അവർ പറയും. അവർ പറഞ്ഞാൽ അത് ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ തന്നെ അവരെ ബോധ്യപ്പെടുത്തി അവസാനത്തെ ആളെ ഇവരെയും പ്രവർത്തനത്തിന് ഇറക്കിക്കൊണ്ടുവരാൻ ജനതാദളിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അങ്കമാലിയിൽ കഴിയും. റോജി എം ജോണിനെ പോലെ ഏതെങ്കിലും രീതിയിൽ എവിടുന്നെങ്കിലും കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒന്നും അങ്കമാലിയിൽ ജയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ശരി, അതിന് പുറകിൽ ആരൊക്കെ അങ്കമാലി പോലെയുള്ള ഒരു സ്ഥലത്ത് UDF-ന്റെ കാര്യം നമ്മൾ കാണുന്നു. LDF-ന് ഈ സാഹചര്യമുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ 10-12 സീറ്റിൽ ഒരു തരത്തിലും വിജയിക്കാത്ത സാഹചര്യമുണ്ട് എന്ന് കാണുമ്പോൾ നേരത്തെ ശ്രീ അജിത് കുമാർ പറഞ്ഞതുമാതിരി കയ്യിൽ ധാരാളം പൈസയുള്ള ആളുകളെ, അതിൽ പാർട്ടികൾക്ക് വ്യത്യാസമില്ല, CPM ആകട്ടെ NCP ആകട്ടെ മറ്റ് കക്ഷികളാകട്ടെ, അവർ മത്സരിക്കട്ടെ എന്ന് വെക്കുകയാണ്. പേരിന് ചിലർക്ക് പാർട്ടി ബന്ധമുണ്ട് എന്ന് മാത്രം. അതാണ് അവിടെ സ്ട്രാറ്റജി. LDF-ന്റെ കുത്തക മണ്ഡലങ്ങളിൽ പലതും ഇങ്ങനെ ഘടകകക്ഷികളുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിവാക്കാൻ കോൺഗ്രസും ശ്രമിക്കുന്നു. അപ്പോൾ കുത്തക മണ്ഡലങ്ങൾ ഇങ്ങനെ കുത്തക മണ്ഡലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതാണ്? അതൊരിക്കലും ശരിയല്ല. അത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ വേങ്ങരയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കൊണ്ടോട്ടി, മലപ്പുറം, അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഒരു ഫൈറ്റ് പോലും ഇല്ലാതെ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരികയാണ്. ഇത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം. മട്ടന്നൂർ, അല്ലെങ്കിൽ കല്യാശ്ശേരി, അതുമല്ലെങ്കിൽ തളിപ്പറമ്പ്, അവിടെയൊക്കെ ഇതിനെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും ഒരു അവസരം കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ എനിക്ക് K. സുധാകരനോടുള്ള ബഹുമാനം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സുരക്ഷിതമായ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാമായിരുന്നു. അദ്ദേഹം ഉദുമയിൽ പോയി മത്സരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഉദുമയിൽ പോയി മത്സരിക്കുക അത് ഒരു റിസ്ക്കാണ്. റിസ്ക് എടുത്ത് മത്സരിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി സുനിൽ കുമാറിനെ തൃശ്ശൂർ നിർത്തിയേക്കണ പോലെ. സുനിൽ കുമാറിനെല്ലാം ഇടിച്ചു ചേർന്ന സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹത്തിന് കയ്പമംഗലത്ത് നിന്നാൽ ജയിക്കാം, കൊടുങ്ങല്ലൂരിൽ നിന്നാൽ ജയിക്കാം, നാട്ടികയിൽ നിന്നാൽ ജയിക്കാം. പക്ഷേ അദ്ദേഹത്തെ തൃശ്ശൂർക്ക് വിട്ടിരിക്കുകയാണ്. പുലിയെ കറന്ന് പുലിപ്പാലം കൊണ്ട് വരണം സുനിൽ കുമാർ. അല്ലല്ലല്ല, ഇത്തവണ പത്മജ വേണുഗോപാലാണ്. ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. തെറമ്പിൽ രാമകൃഷ്ണൻ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്. പക്ഷേ ശക്തമായ മത്സരം നടത്തി ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽ കുമാർ. അവിടെ റിസ്ക് എടുത്ത ഒരു സ്ഥാനാർത്ഥി അയക്കുകയാണ്. അങ്ങനെ റിസ്ക് എടുക്കാൻ സമ്മതിക്കും. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. നമുക്ക് വലിയ ബഹുമാനമൊന്നും ഇല്ലാത്ത ഒരാളാണ് ശ്രീ AK ആൻ്റണി. AK ആൻ്റണി തിരൂരങ്ങാടി MLA ഇരിക്കുന്ന സമയത്ത്, രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് CK ചന്ദ്രപ്പനാണ് ചേർത്തലയിൽ സിറ്റിംഗ് MLA. പത്രക്കാർ ചോദിച്ചു, അന്ന് സ്ഥാനാർത്ഥികളുടെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പത്രക്കാർ ചോദിച്ചു ആൻ്റണി എവിടെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വദേശം ചേർത്തലയാണ്. മനസ്സിലായി? അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിൽ ഏത് സീറ്റിൽ വേണമെങ്കിൽ മത്സരിക്കായിരുന്നു. പക്ഷേ റിസ്ക് എടുത്ത് ചേർത്തല പോയി മത്സരിക്കുകയാണ്. ചേർത്തല പോയി മത്സരിക്കുന്നു. ഏതാണ്ട് 8000-ൽ പരം വോട്ടിന് അദ്ദേഹം വിജയിക്കും. അതായിരിക്കും ഒരു ലീഡർ. അതായിരിക്കും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ BS യെദ്യൂരപ്പ ഉണ്ടല്ലോ, യെദ്യൂരപ്പയ്ക്കെതിരായിട്ട് യെദ്യൂരപ്പ ഈഡിക അദ്ദേഹം ലിംഗായത്ത് സമുദായക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം സീറ്റ് ഷിക്കാരിപ്പുരയാണ്. ഷിക്കാരിപ്പുരയിൽ ഈ ലിംഗായത്തുകാരെ അവിടെ കംപ്ലീറ്റ് ജാതി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ജാതി പറഞ്ഞു. ഈഡിക സമുദായക്കാർക്കാണ് പ്രാമുഖ്യം ലിംഗായത്തുകാരെക്കാളും. അപ്പോൾ ഇദ്ദേഹത്തോട് അദ്ദേഹം ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു, ഇവിടെ മാത്രം മത്സരിച്ച പോരാ, അപകടമാണ്. അപ്പോൾ എല്ലാ പാർട്ടികളോടും യോജിക്കണം യെദ്യൂരപ്പയെ തോൽപ്പിക്കാനായിട്ട്.
ഇടിക സമുദായക്കാരനായ എസ് ബംഗരപ്പ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഇതിന് മത്സരിക്കും. അപ്പോൾ BJP-ക്കാർക്ക് തന്നെ വേവലാതിയായി, ഇയാൾ നിന്നാൽ തോറ്റുപോകുമോ, പിന്നെ മാരാരിക്കുളം ആവർത്തിക്കും ഷിക്കാരിപ്പുരി. അതുകൊണ്ട് പറഞ്ഞു BJP-ക്ക് പ്രാമുഖ്യമുള്ള വടക്കൻ കർണാടകത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കൂടി മത്സരിക്കൂ. യെദ്യൂരപ്പ പറഞ്ഞു ഷിക്കാരിപ്പുരക്കാർക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് മുഖ്യമന്ത്രി ആകേണ്ട ഒന്നും ആകണ്ട. അതാണ് റിസ്ക്, അതാണ് നേതൃത്വം. അതാണ്, അല്ലാതെ ഞാനിവിടെ നിന്ന് തോറ്റു അതുകൊണ്ട് ഞാൻ വടക്കൻ കർണാടകത്തിൽ പോയി മത്സരിക്കാമെന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് പിന്നെ ആളുകൾക്ക് മതിപ്പുണ്ടാവില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇടിക സമുദായക്കാരനായ ബംഗാരപ്പയെ 50,000 വോട്ടിനാണ് തോപ്പിച്ചത്. ചെറിയ വോട്ടിനല്ല, 50,000 വോട്ടിന്. അതാ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. BK ആന്റണി ആണെങ്കിലും ശരിയാണ്, യെദ്യൂരപ്പ ആണെങ്കിലും ശരിയാണ്, സുനിൽ കുമാർ ആണെങ്കിലും ശരിയാണ്. ആ ഒരു റിസ്ക് എടുക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ കണ്ട് ഇത് വെറുതെ കുറച്ച് ആൾക്കാരെ ഈ ശീമക്കൊന്നയുടെ 10 നിർത്തുന്ന പോലെ കുറച്ച് പേരെ പിടിച്ച് നിർത്തുകയും അവർ വെറുതെ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലൊക്കെ വേറൊരു ഗുണമുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ഈ ഹൈക്കമാൻഡിൽ നിന്ന് വലിയൊരു സംഖ്യ കൊടുക്കും ഒരു സ്ഥാനാർത്ഥിക്ക്. ഈ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികൾ ഈ കാശ് അങ്ങനെ തന്നെ ബാങ്കിൽ കൊണ്ടുവരും. പിന്നെ അത്യാവശ്യം വല്ല കാശൊക്കെ പിരിച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഒരു മത്സരമുള്ള പോലെ ഇങ്ങനെ കാണിച്ചിട്ട് അവർ പൈസ കുറവാണ്. ഇപ്പം പിന്നെ പ്രതിപക്ഷത്തായോണ്ട് കാശ് പഴയ പോലെ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു രീതിയുണ്ടെന്ന് പറഞ്ഞാൽ. അതെ, ശ്രീ സലിം, ഇവിടെ RSPയെ സംബന്ധിച്ച് കയ്പമംഗലം പോലെ CPI-ക്കാർ ജയിച്ചു വരുന്ന ഒരു സീറ്റിൽ, പുതുതായി രൂപം കൊണ്ട കയ്പമംഗലം, അതിനു മുൻപുള്ള മണ്ഡലമാകട്ടെ, ഒരു സീറ്റിൽ പോയി മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നല്ല സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താം. TN പ്രതാപൻ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ആദർശം തുടങ്ങിയ കാര്യങ്ങൾ കാപ്പട്യമാണ് എന്നൊക്കെ ആക്ഷേപിക്കാമെങ്കിലും TN പ്രതാപൻ ആ മേഖലയിൽ നിർത്താൻ കൊള്ളാവുന്ന ഒരു ശക്തനായ കാൻഡിഡേറ്റ് ആണല്ലോ. അപ്പോൾ RSP കോൺഗ്രസ് TN പ്രതാപനെ മത്സരിപ്പിക്കട്ടെ, നമുക്ക് പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണ്ടേ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ചോദിച്ച സീറ്റല്ല കയ്പമംഗലം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അരൂർ സീറ്റാണ് ചോദിച്ചത്. അതിന് പകരമായാണ് ഈ സീറ്റ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ സമയം തരണം. ഇവിടെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മൾ കാണുന്ന പ്രിയപ്പെട്ട ജയശങ്കർ സൂചിപ്പിച്ചൊരു വിഷയം, ഈ പഴയ പുരാണത്തിൽ പറയുന്ന പോലെ തന്നെ ഈ ചവറ തൊട്ട് നീണ്ടകര എന്നുള്ള ആ ഒരു പരാമർശം ഒന്ന് ഒഴിവാക്കണം. ഇപ്പൊ തന്നെ പശ്ചിമ ബംഗാളിൽ പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പാർട്ടിയെക്കാട്ടിലും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് RSP. അവിടെ 27 അസംബ്ലി സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി RSP. അപ്പം ചവറയിൽ മാത്രവും കൊല്ലത്ത് മാത്രമുള്ള പാർട്ടി അല്ല RSP എന്നുള്ളത്. 14 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഞങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ഇത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയൊരു തട്ടും തലോടലും ഒക്കെ നടത്തുന്ന രീതി ഒന്ന് മാറ്റണം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് അതിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ 2 ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പിന്നെ അത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും അത്തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഈ സീറ്റ് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചില ആളുകൾ, ചില പിന്മാറ്റക്കാർ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ TN പ്രതാപനെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എങ്ങനെ ശ്രമം നടത്തുന്നു എന്നാണ്? ഈ കോൺഗ്രസിൻ്റെതായി നടന്ന പ്രകടനം TN പ്രതാപന്റെ ആളുകൾ ആസൂത്രണം ചെയ്തതാണ് എന്നാണോ? ഒരുപക്ഷെ ആയിരിക്കാം. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിക്കാത്തൊരു സീറ്റ് UDF നേതൃത്വം ഞങ്ങൾക്ക് തന്നതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെയ്യുന്നത് പോലെ സ്വതന്ത്രം ഇപ്പൊ ഞങ്ങൾക്ക് 5 സീറ്റ് കിട്ടിയിരിക്കുന്നു. അതിൽ 4 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. ഒരിടത്ത് ഞങ്ങൾക്ക് ഈ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തിയിട്ടുള്ള സംഘടനാ സ്വാധീനം കുറവുള്ള കയ്പമംഗലത്തൊരു മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ആലോചിക്കുമ്പോൾ അതിനെതിരെ ഇത്രയുമുള്ള ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ അസഹിഷ്ണുത രാഷ്ട്രീയമാണ് ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ വെളിവാകുന്നത്. അല്ല, അങ്ങനെ പ്രകടനം നടന്നാൽ ശ്രീ സലിം, ഇപ്പോൾ എന്തായാലും ശ്രീ നൂറുദ്ദീൻ പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ച്. കോൺഗ്രസിന് എന്തായാലും ഏകപക്ഷീയമായി വിട്ടുകൊടുക്കില്ല. അതായത് നിങ്ങളെ വേറൊരു സീറ്റ് തന്ന് ഉൾക്കൊള്ളുന്നത് വരെ ഇനി ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥി, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ ഞങ്ങളാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്. അത് 2 ദിവസത്തിനുള്ളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ടോ, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അഥവാ കയ്പമംഗലം പിന്നെ കോൺഗ്രസ് എടുക്കണമെങ്കിൽ അതിന് തത്തുല്യമായ വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് ഞങ്ങൾക്ക് നൽകേണ്ടി വരും. അതല്ലാത്ത ഒരു ഒത്തുതീർപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് RSPയുടെ നിലപാട്. KM നൂറുദ്ദീൻ, ഇപ്പോൾ ഈ RSPയുടെ മൺവെട്ടിയും മൺകോരിയുമാണ് പ്രശ്നം എങ്കിൽ താങ്കൾക്ക് UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ തടസ്സമുണ്ടോ? അക്കാര്യത്തിൽ താങ്കളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എതിരഭിപ്രായം പറയുമോ?
തീർച്ചയായിട്ടും എതിരഭിപ്രായം പറയുന്നുണ്ട്. അത് മൺവെട്ടിയും മൺകോരിയും അത് അധിക സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ UDFിൻ്റെയും LDFും NDAയും തമ്മിൽ ഞങ്ങൾ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ഇതെല്ലാം വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര വർഗങ്ങളായി മാറുന്ന കാഴ്ചയാണ്. നമ്മൾ ഓരോ തവണ 5 കൊല്ലം കൂടുമ്പോൾ ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ നയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഭൗതിക സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ കാര്യങ്ങളിലാണ്. തീർച്ചയായും, അതായത് താങ്കൾ സ്ഥാനാർത്ഥിയാകാനേ ഇല്ല, LDFിന്റെയോ UDFിന്റെയോ NDAയുടെയോ ഭാഗമായി സ്ഥാനാർത്ഥിയാകാനേ ഇല്ല ഇനി ഒരു പൊതു സ്വതന്ത്രനായി പരിഗണിച്ചാലും. അതാണ് ശരി. തീർച്ചയായും ഞാൻ സ്ഥാനാർത്ഥിയാകാനായിട്ട് ഞാൻ ഇല്ല എന്നുള്ള സത്യമാണ്. ഇവിടെ അവസരവാദപരമായ ഒരു പരാമർശം നടക്കുന്നുണ്ട്. അതായത് ഞാൻ സ്ഥാനാർത്ഥിയായി ഇഷ്ടത്തെ കുറിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നത് വരെയും യാതൊരുവിധ പ്രതിഷേധ പ്രകടനങ്ങളും കയ്പമംഗലത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ കയ്പമംഗലത്ത് താമസിക്കുന്നയാളാണ്. ഇന്നുണ്ടാകുന്ന പ്രകടനങ്ങളുടെ അർത്ഥം എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഏതാനും മണിക്കൂർ സമയങ്ങളിൽ ഏതായാലും യാതൊരു പ്രതിഷേധ പ്രകടനമില്ല. ശ്രീ ആർ അജിത് കുമാർ, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, കയ്പമംഗലത്തെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസുകാരാണ്. തളിപ്പറമ്പിൽ KCMന്റെ സീറ്റിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കോൺഗ്രസുകാരാണ്. പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കോൺഗ്രസുകാരാണ്. അപ്പോൾ അവിടെ കോൺഗ്രസുകാരുണ്ട്, കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹമുള്ളവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി അതിനെ ആ രീതിയിൽ കാണുക. ഘടകകക്ഷികളെ സംബന്ധിച്ച് പക്ഷേ വേറെ സീറ്റ് കൊടുക്കാനില്ല എന്ന പ്രശ്നം വരും, ഈ മുന്നണി ബന്ധത്തിന്റെ പ്രശ്നം വരും. നമ്പർ വളരെ പ്രധാനമാണ്. 15 സീറ്റ് എന്നുള്ളത് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് സെറ്റിൽ ചെയ്യാൻ അവിടെ കോൺഗ്രസുകാരെ മത്സരിപ്പിക്കുകയാണോ വേണ്ടത്? സെറ്റിൽ ചെയ്യാൻ കഴിയും. കാരണം ഈ UDFിനൊപ്പമുള്ള ചെറിയ കക്ഷികൾക്ക് ബാർഗെയിനിങ് പവർ ഇല്ല. അവരപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല, LDFിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുള്ള സീറ്റ് കൊടുത്തത് UDFിൻ്റെ ഒരു തന്ത്രം തന്നെ ആയിരിക്കാം. അങ്ങനെ അവർക്ക് മത്സരിക്കാൻ പറ്റാത്ത സീറ്റ് കൊടുത്താൽ അവർ വിട്ടുകൊടുക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ വിട്ടുകൊടുക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസ്സുകാരല്ലാതെ പിന്നെ ആര് മത്സരിക്കും? അപ്പോൾ ജയസാധ്യതയുടെ പേരിൽ അവർക്ക് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കേണ്ടി വരും, കോൺഗ്രസ്സുകാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പുറത്ത് ബാർഗെയിനിങ് പവർ വേണം. ഈ കക്ഷി അപ്പുറത്തോട്ട് പോകും, LDF എടുക്കും. LDF എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാകും. അപ്പോൾ ആ സാധ്യത ഈ ചെറിയ ഘടകകക്ഷികൾക്കില്ല. അപ്പോൾ ഒരേ സമയം ഏറ്റവും നല്ല തന്ത്രം എന്താ? ഈ കൂടെ നിൽക്കുന്നവൻ്റെ ചിറകൊടിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രധാന കക്ഷികളുടെയും തന്ത്രം. കൂടെ നിൽക്കുന്ന ചെറിയ കക്ഷികളുടെ ചിറകൊടിച്ച് തനിക്ക് ചുറ്റും പറക്കുന്നതായിട്ടിങ്ങനെ വരുത്തി തീർക്കുക. അതാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് UDFിൽ നിൽക്കുന്ന ചെറിയ ഘടകകക്ഷികൾക്ക് അവരുടെ സീറ്റ്, അവർക്ക് ജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. അവരുടെ സീറ്റിൽ ഇവരുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കില്ല. കോൺഗ്രസ്സുകാർ വിമതന്മാർ നിന്നാൽ ജയിക്കും. ആ വിമത സാധ്യതയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇവർ വെച്ചൊഴിഞ്ഞു പോയിട്ട് കോൺഗ്രസിന് സീറ്റ് കൊടുക്കേണ്ടി വരും. അതെ, ശ്രീ ജോർജ് തോമസ്, LDFിലേക്ക് വന്നാൽ ഇവിടെ ജനതാദൾ സെക്യുലറിൻ്റെ JDSന്റെ സ്ഥാനാർത്ഥികളായി അങ്കമാലിയിൽ ജോസ് തെറ്റയിൽ മത്സരിക്കേണ്ട ബെന്നി മുഞ്ഞലി മതി എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. കോവളത്ത് ജമീല പ്രകാശം തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നു. പാർട്ടിയുടെ 2 പ്രമുഖ നേതാക്കൾക്ക്, ജോസ് തെറ്റയിലും നിലലോഹിതദാസൻ നാടാർക്കും സീറ്റ് കിട്ടാത്തത് CPIM ഇടപെട്ടതുകൊണ്ടാണ്, മുന്നണിയിലെ വല്യേട്ടൻ അങ്ങനെ കർശനമായ ഒരു നിർദ്ദേശം കൊടുത്തതുകൊണ്ടാണ് എന്നും ഒരു കേൾവിയുണ്ട്. ശരിയാണോ? ജനതാദളിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIMന് സേ ഉണ്ടോ? ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ഘട്ടത്തിലും മറ്റൊരു പാർട്ടിയും ഇടപെടുന്നൊരു പതിവില്ല. ഇടപെട്ടാൽ അത് അനുവദിക്കുന്ന രീതിയുമില്ല. ജനതാദൾ അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അതിൻ്റെ ഭരണഘടന പറയുന്ന രീതിയിൽ നിയമമുള്ള കമ്മിറ്റിയുടെ അഭിപ്രായവും ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായവും ശേഖരിച്ച് സ്റ്റേറ്റ് പാർലമെൻ്ററി ബോർഡ് ആലോചിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ തവണ കോവളത്ത് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അന്ന് ജമീല പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചു. ഇത്തവണ അതേപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഉയർത്തിക്കാട്ടണമെന്ന് ജനതാദൾ വിശ്വസിക്കുന്ന, പൊതുരംഗത്ത് എല്ലാ ആളുകളും ഉയർത്തിക്കാട്ടണമെന്ന് പൊതുപ്രവർത്തകർ വിശ്വസിക്കേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്കമാലിയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിന് ഞാൻ മറ്റൊന്നിലേക്കും പോകുന്നില്ല.
ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതികത്വമല്ല. ഒരു രീതിയിലുള്ളൊരു ആക്ഷേപം പോലും ഒരു പൊതുപ്രവർത്തകൻ്റെ കുപ്പായത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവൻ സംശയങ്ങൾക്ക് അതീതനായിരിക്കണം, ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം, സമൂഹത്തിന് മാതൃക കാണിക്കുന്നവനായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കോടതി നിരുപാധികം ഒരു കേസുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പോലും ജനതാദൾ ഇത്തരമൊരു തീരുമാനമെടുത്തത്. പൊതുരംഗത്തിൻ്റെ സംശുദ്ധിയെ ഉയർത്തിക്കാട്ടിയ മൊറാർജി ദേശായി, വി പി സിംഗ് മുതലുള്ള നിരവധിയായ നേതാക്കളെ സംഭാവന ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനതാദൾ. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ വലുപ്പമോ ചെറുപ്പമോ അല്ല. ആ പ്രസ്ഥാനം സമൂഹത്തിനും കാലഘട്ടത്തിനും സംഭാവന ചെയ്യുന്ന ആശയങ്ങളും അത് നൽകുന്ന ദിശാബോധവുമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും ഒരു പാളിച്ച വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ശരി, തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്കമാലി താങ്കൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന മണ്ഡലമാണല്ലോ. അവിടെ ജോസ് തെറ്റയിൽ മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. LDFന് ബെന്നി മുഞ്ഞേലി എന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. ഇവിടെ ജോസ് തെറ്റയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഇന്ന് രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും വൈകുന്നേരമാകുമ്പോൾ അതിന് സാധ്യതയില്ല എന്നാണ് കാണുന്നത്. ജോസ് തെറ്റയിലിന് അങ്കമാലിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇല്ല, ജോസ് തെറ്റയിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊതുവെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള ഒരാളാണ്. ബെന്നി മൂഞ്ഞേലിയെക്കാളും ജനസ്വാധീനമുള്ള ജനസമ്മതനായ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും CPMൻ്റെ ഒരു പിന്തുണയില്ലാതെ അങ്കമാലിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജനതാദൾ അങ്കമാലി ടൗണിലെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ബെന്നി മൂഞ്ഞാലി തന്നെ മുനിസിപ്പൽ ചെയർമാൻ വരെ എത്തിയ ആളാണ്. ഇത്തവണയും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4 or 5 കൗൺസിലർമാർ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരായിട്ടുണ്ട്. സ്വതന്ത്രന്മാർ വേറെയുണ്ട്. ആ രീതിയിലൊരു സ്വാധീനമൊക്കെ ഉണ്ട്. അത് ജോസ് തെറ്റയിലിൻ്റെ ഒരു കെയർ ഓഫിൽ വന്നതാണ്. പക്ഷേ ജോസ് തെറ്റയിലിനുള്ള ഒരു സ്വീകാര്യത ബെന്നി മൂഞ്ഞാലിക്ക് ഉണ്ടാകുകയില്ല. പക്ഷേ ഇവിടെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുണ്ടായ നിർഭാഗ്യകരമായ ആരോപണങ്ങൾ കോടതി അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയെന്ന് മാത്രമല്ല, പരാതിക്കാരിയുടെ ദുരുദ്ദേശപരമായിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കൂടി നടത്തി. 100% 101% കുറ്റവിമുക്തനായി എങ്കിൽ പോലും അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ആ സാഹചര്യത്തിൽ ധാർമ്മികമായ ഒരു നിലപാട് എന്ന രീതിയിലാണ് പാർട്ടി സീറ്റ് നിഷേധിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം റിബലായി മത്സരിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മത്സരിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവേകവും പക്വതയും ഒക്കെ ഉള്ള ഒരാളാണ് ശ്രീ ജോസ് തെറ്റയിൽ. ഞാൻ അദ്ദേഹം വളരെ അടുത്തറിയുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോടതിയിൽ സർക്കാർ വക്കീലന്മാരായിട്ട് പോലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കടന്നകൈ പ്രയോഗത്തിലേക്ക് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല. കോൺഗ്രസ്സുകാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കയ്പമംഗലത്ത് പ്രകടനം നടത്തുന്നു, അഭിലാഷ് പറഞ്ഞു. അതുപോലെ പുനലൂർ യൂനസ് കുഞ്ഞാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള നല്ലവരായ കോൺഗ്രസ്സുകാരെല്ലാവരും പ്രകടനവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്ന ചടയമംഗലത്ത് പ്രകടനങ്ങൾ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചിതറ മധു റിബലായി മത്സരിക്കുമെന്ന് പറയുന്നു. അടൂരിൽ അത് ജനതാദളിൻ്റെ നമ്മുടെ ഷാജൂർ കൊടുത്ത സീറ്റായതുകൊണ്ട് അവിടെയും ഇതേ കലാപം തന്നെ നടക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ ഇന്നാൾ മത്സരിക്കാൻ പോവുകയാണ്. ഇതൊക്കെ കൗതുകകരമായിട്ട് തോന്നുന്നത്. അതൊക്കെ ഒരു പ്രവർത്തകർ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്ഷോഭത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പുനലൂർ പോലൊരു മണ്ഡലത്തിൽ ജയിക്കാനൊക്കെ വളരെ സാധ്യത കുറവാണ്. എങ്കിൽ പോലും അവിടെ മത്സരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അവിടേക്ക് പെട്ടെന്ന് യൂനസ് കുഞ്ഞ് വരുമ്പോൾ അവർക്കൊരു ഷോക്കാകുകയാണ്. കാരണം എന്ന് വെച്ചാൽ പുനലൂർ മണ്ഡലത്തിലേക്ക് യൂനസ് കുഞ്ഞിനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞെട്ടലുണ്ടാകുന്നത്. അതുപോലെ ഷാജു അടൂർക്ക് വരുമ്പോൾ അടൂരുള്ള പ്രവർത്തകർ കോപാകുലരാകും. ഷാജു പന്തളത്ത് മത്സരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഷാജു പന്തളം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സീറ്റ്. ഇപ്പോൾ പന്തളം സീറ്റ് ഇല്ലാതെ മാവേലിക്കരയാണ്. മാവേലിക്കര മത്സരിച്ചാൽ ആൾക്കാർക്ക് കുഴപ്പമില്ല. ആ മാവേലിക്കര നിൽക്കേണ്ട ഷാജുവിനെ അവിടെ നിന്ന് കടപറിച്ച് അടൂർ കൂടെ നിർത്തുകയാണ്. അപ്പോൾ ഷാജുവിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഷാജുവിന് പരിചയമുള്ളൊരു സ്ഥലമല്ല. ലോക്കലായിട്ടൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിന് നഷ്ടപ്പെട്ട സീറ്റാണെന്ന് ആലോചിക്കണം. അവിടെ ലോക്കലായിട്ട് നല്ലൊരു കോൺഗ്രസ്സുകാരൻ പന്തളം സുധാകരൻ തന്നെ മത്സരിച്ചാൽ ആർക്കും പ്രയാസമില്ല. ഇപ്പോൾ കയ്പമംഗലത്ത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പ്രതാപൻ തന്നെയാണ്. പ്രതാപൻ്റെ ആദർശവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കിട്ടും നോക്കിയാൽ കയ്പമംഗലത്ത് ജയിക്കാവുന്ന ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ എൻ്റെ അഭിപ്രായത്തിൽ പ്രതാപനാണ്. പ്രതാപൻ പിന്നെ ആദർശത്തിൻ്റെ പ്രശ്നം ആധിക്യം കൊണ്ട് ആ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ കാര്യം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. ഈ സൂര്യനെല്ലി കുര്യൻ എന്ന് പറഞ്ഞ മഹാനായ ഒരു നേതാവുണ്ടല്ലോ, അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട കളിയാണ്. വൃത്തികെട്ട എന്നുള്ള വാക്ക് 2 അടിവരയിടണം. കാരണം അദ്ദേഹം അങ്ങനെ വികാര വിക്ഷോഭത്തിൻ്റെ പുറത്തിറങ്ങി പുറപ്പെട്ടേക്കണതല്ല. തനി 4ാം തരം ജാതിക്കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം മാർത്തോമ സമുദായക്കാരനാണ്. കേരള കോൺഗ്രസിൽ സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആൾ വിക്ടർ ടി തോമസ് എന്ന് പറഞ്ഞാൽ പേരിൽ മാത്രം വിക്ടറി ഉള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ 2 തവണയും തിരുവല്ലയിൽ മത്സരിച്ച് തോറ്റ ആളാണ്. അയാൾ മാർത്തോമക്കാരനാണ്. അപ്പോൾ ഒരു മാർത്തോമക്കാരനായ വിക്ടർ ടി തോമസിൻ്റെ അടുത്ത് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് PJ കുര്യൻ അയാളുടെ വക്കാലത്തോട് ഇറങ്ങിയിരിക്കണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വെച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് അല്ലേ, KM മാണിയല്ലേ. ജോസഫ് പുതുശ്ശേരി നിർത്താൻ മാണി തീരുമാനിച്ചാൽ പിന്നെ കുര്യൻ എന്താ കാര്യം? കുര്യൻ കുറേ നാളായി വാലുവെക്കാൻ തുടങ്ങിയിട്ട്. ഇന്നൊന്നല്ല തുടങ്ങിയതല്ല, 2 ആഴ്ച മുമ്പ് പുള്ളി തുടങ്ങി. പിന്നെ പുള്ളിയുടെ സിൽബന്തികളായ കുറേ മർത്തോമക്കാരെ കൊണ്ട് വേറെ പ്രസ്താവന ഇറക്കിച്ചു. ഞാനിത് പേപ്പറിൽ വായിച്ചു. അത് കഴിഞ്ഞതാ ഇപ്പോൾ സീറ്റ് കൊടുത്തതിന് ശേഷം എന്നാലെങ്കിലും ഉണ്ടായിരുന്നൂടെ. മാണി ഒരാൾക്ക് സീറ്റ് കൊടുത്തു, അയാൾ മത്സരിക്കട്ടെ.
അപ്പോൾ അതേ വാല് പൊക്കി കൊണ്ടുവന്നേക്കാണ്. അയാളെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് കുര്യനാണ് തീരുമാനിക്കണേ. ഇയാൾ കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മാണി ഗ്രൂപ്പിൽ പോയി തീരുമാനിക്കാൻ അയാൾക്ക് എന്താ കാര്യം? ഇതൊക്കെ മഹാവൃത്തികേടാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ശ്രീ ആർ അജിത് കുമാർ, മുന്നണിയിലെ മുഖ്യ ഘടക കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ ഇവിടെ ശ്രീ ജോർജ് തോമസ് നിഷേധിക്കുമെങ്കിലും അങ്കമാലിയിലെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ CPIM ഒരു നിലപാടുണ്ടായിരുന്നു, കോവളത്ത് നിലപാടുണ്ടായിരുന്നു. മുൻപ് ഇതേ നീലലോഹിതദാസിൻ്റെ കാര്യത്തിൽ, ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ മുൻപ് CPIM നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് CPIM സൗകര്യത്തിനനുസരിച്ച് ഘടകകക്ഷികൾക്ക് ചില സ്ഥാനാർത്ഥികളെങ്കിലും മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. എങ്കിൽ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയിൽ ജോസഫ് M പുതുശ്ശേരിക്കെതിരെ PJ കുര്യൻ പട നയിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപവിധേയനായ ആളല്ല ജോസഫ് M പുതുശ്ശേരി. അദ്ദേഹത്തെ മാറ്റണമെന്ന് നിർബന്ധിക്കാൻ കോൺഗ്രസിന് യാതൊരു അവകാശവുമില്ല. അതിന് മാണി വളരെ കൃത്യമായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഇടപെടേണ്ട എന്ന് പറഞ്ഞും കഴിഞ്ഞു. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും UDFൽ പതിവാണ്. ഇത് അതിനപ്പുറം വിട്ട് ഒരു പരിധി കടക്കാനുള്ള എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ശുദ്ധി കുറേയൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോസ് തെറ്റയിൽ നല്ല സുഹൃത്താണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നം, ആ സ്ത്രീ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീ മത്സരിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലുണ്ടാകും, അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടാകും, ഞാറ്റക്കേസാവും. അതുപോലെ തന്നെയാണ് കോവളത്ത് സംഭവിച്ചത്. നീലലോഹിതദാസിനെ കുറ്റവിമുക്തനാക്കി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നളിനി ടെറ്റോ കേസ്, ആ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ അങ്ങനെ പൊതുവെ LDFന് ഒരു ചീത്തപ്പേരുണ്ടാക്കാനോ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കാനോ അവർ കരുതുന്നില്ല. അതിൽ തെറ്റൊന്നും ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ LDF UDF ഇങ്ങനെ വരുമെങ്കിലും വളരെ ദുർബലമായ സ്ഥാനാർത്ഥികളല്ലാത്തിടത്ത് വിമത സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രസക്തിയില്ല. സ്വതന്ത്രന്മാരുടെ കാലം, അത് സ്വതന്ത്രരുടെ വർഗം വളരെ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ. MA വാഹിദ് കോൺഗ്രസ്സുകാരനായതുകൊണ്ടും അവിടെ മുസ്ലിം ലീഗിൻ്റെ ജനങ്ങളുമായി ബന്ധമില്ലാത്തൊരു പുതുമുഖത്തെ കെട്ടിയിറക്കിയത് കൊണ്ടാണ് അവിടെ വാഹിദ് ജയിച്ചത്. അങ്ങനെ എത്ര സ്വതന്ത്രന്മാർ കേരളത്തിൽ ജയിക്കുന്നു? സ്വതന്ത്രന്മാരുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വതന്ത്രന്മാർ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി വളരെ ദുർബലമായിരിക്കണം. UDFലെ അല്ലെ LDFലെ സ്ഥാനാർത്ഥി വളരെ ദുർബലമായിരിക്കണം. ആ ദുർബലമാണെങ്കിൽ ആ വിമതൻ ജയിക്കും. അതിനുള്ള സാധ്യത കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമാണ്. അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ രാഷ്ട്രീയ വീര്യം ഉണർന്നു വരുന്ന ഘട്ടത്തിൽ UDF LDFും BJPയും ആ തരത്തിലുള്ള പോളറൈസേഷൻ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. ശ്രീ സലിം, താങ്കൾ നേരത്തെ കയ്പമംഗലത്തെ ചില കോൺഗ്രസ്സുകാരുടെ ദുരുദ്ദേശം ചൂണ്ടിക്കാണിച്ചു. RSPയെ സംബന്ധിച്ച് നിങ്ങളുടെ വീടുണ്ടല്ലോ കൊല്ലം, ഇരവിപുരം, കുന്നത്തൂർ, ചവറ സീറ്റുകൾ വളരെ പ്രധാനമാണ്. അവിടെ കോൺഗ്രസ്സുകാർ പാലം വലിച്ചാൽ പാർട്ടിക്ക് വലിയ അപരിഹാര്യമായ ക്ഷീണമാകും ഉണ്ടാവുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് ഉന്നയിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഭയം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അങ്ങനെ ഒരു ഭയം RSPക്കില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അങ്ങനെ സൂചിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ 3 സീറ്റുകളിലും അങ്ങനെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അനുഭാവികൾ അത്തരത്തിലുള്ള നിലപാടെടുക്കും എന്ന് വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ സീറ്റിലൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSPക്ക് അങ്ങനത്തെ വിഷയമില്ല. പക്ഷെ 5ാമത്തെ സീറ്റ് കയ്പമംഗലത്ത് മാത്രമാണ് ഇപ്പൊ ഈ തർക്കം ഉണ്ടായിട്ടുള്ളത്. ആ തർക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് സൃഷ്ടിച്ച തർക്കമാണോ? കോൺഗ്രസിന്റെ എല്ലാവരും എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയില്ല. ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയ ഒരു തർക്കമാണ്. സ്ഥാനാർത്ഥിയെ ഇപ്പൊ തിരുവല്ലയിലെ കാര്യം സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് അനുവദിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം പോലും മുഖ്യ കക്ഷിയിലെ ചില നേതാക്കന്മാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുന്നണി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സുതാര്യതയോടുകൂടി നമുക്ക് പോകാൻ കഴിയും? അതാണ് കേരളീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഒരു മുന്നണി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചെറിയ കക്ഷികളും വലിയ കക്ഷികളും എല്ലാം മുന്നണിയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് മത്സരിക്കാൻ ലഭിക്കുമ്പോൾ അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പ്രമാണി നേതാക്കന്മാർ കയറി ഇടപെടുകയും തങ്ങൾക്കിഷ്ടമല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാട്
ശരിയല്ല, അത് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ജയശങ്കർ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ മറ്റൊരു പതിപ്പാണ് കയ്പമംഗലത്തെ. ഇപ്പം സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും പാർട്ടി ആലോചിക്കുകയും അത്തരത്തിലൊരു പ്രാഥമിക നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചത് മുന്നണി ബന്ധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായ നിലപാടല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ സലിം പി ചാക്കോ, ശ്രീ ജോർജ് തോമസ്, ശ്രീ ആർ അജിത് കുമാർ, ശ്രീ കെ എം നൂറുദ്ദീൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്.